എനിക്ക് ആക്ച്വലി ആ വാക്ക് കേൾക്കുമ്പം തന്നെ ഒരു പ്രയാസമായിരുന്നു. നമ്മൾ ഹിസ്റ്ററി എഴുതുമ്പോഴത്തേക്ക് അവർ എഴുതുമല്ലോ ഇൻഫെർട്ടിലിറ്റി എന്ന് തന്നെ എഴുതും. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാത്തതാണെന്ന് ഞങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു, കുട്ടികളാവാത്തതിൻ്റെ ഒരു റീസൺ. പിന്നെ ഈ നാട്ടിൽ വെക്കേഷൻ വരുന്നൊരു സമയത്തല്ലേ കിട്ടുന്നുള്ളൂ. അപ്പം അല്ല, ആരെങ്കിലും ഒരാൾ ഒരു ഡിസിഷൻ എടുക്കുക, ജോലി കളയുക എന്ന് വെച്ചു. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു വന്നാൽ എയർപോർട്ടിലെ ജോലി കളയാം എന്ന് പറഞ്ഞു. ജോലി കളഞ്ഞ കാര്യം ഇപ്പോഴും ആർക്കും അറിയത്തില്ല. അച്ഛന് കോവിഡ് വന്ന് ജോലി പോയതാണെന്നാണ് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ ഒരുമിച്ച് നിൽക്കാത്തതുകൊണ്ടാണ് കുട്ടികളാവാത്തതെന്ന് പൊതുവേ എല്ലാവരും പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ജോലി കളഞ്ഞ് നിന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഒരുമിച്ച് നിന്നിട്ടും ആവുന്നില്ല, എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ തന്നെ മനസ്സിലാക്കി. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കണ്ടു. ചെറിയ ടാബ്ലറ്റ്സ് ഒക്കെ 1-2 മാസമൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്ന് ഞങ്ങൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ഫേമസ്, എല്ലാവരും പറഞ്ഞ ഒരു ഹോസ്പിറ്റലാണ്, കൊച്ചിയിലെ ഒരു വൺ ഓഫ് ദ ഫേമസ് ഇൻഫെർട്ടിലിറ്റിയുടെ ഹോസ്പിറ്റലാണ്. അവിടെ പോയി കണ്ടിന്യൂസ് ഒരു 1 ഇയറോളം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. IVF ഒഴിച്ച് എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം നമ്മൾ ട്രൈ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കാര്യത്തിൽ അത് വർക്കൗട്ട് ആയില്ല, സക്സസ് ആയില്ല. ഒരു പോയിന്റിൽ ഞാൻ തന്നെ മനസ്സിലാക്കി ഇനി ട്രീറ്റ്മെൻറ്റ്, കാരണം എനിക്ക് ജോലിക്കൊന്നും പോകുന്നില്ല, ഈ ഹോർമോൺ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നു, പിന്നെ ഇൻസുലിൻ 3 നേരം വന്ന് എനിക്കുണ്ട്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. അപ്പോൾ എൻ്റെ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ വീക്കായി, എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി. ആ സമയത്തെല്ലാം നമ്മൾ എല്ലാ മാസവും ഇതുപോലെ സ്ട്രിപ്സ് മേടിക്കുന്നു, ചെക്ക് ചെയ്യുന്നു, ഫെയിലാവുന്നു, ഇത് തന്നെയാണ് പരിപാടി. അവളിങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവളായാലും ടോൺ ചാച്ചനായാലും ഭയങ്കരമായിട്ടൊരു ബേബി എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്താണ് ഇങ്ങനെ വേണം എന്നുള്ളവർക്ക് ദൈവം അങ്ങോട്ട് എന്താണത് കൺസിഡർ ചെയ്യാത്തത്, അല്ലാത്തവർക്ക് നമ്മളിപ്പോൾ എന്തൊക്കെ ന്യൂസ് കാണുന്നു. ഏകദേശം എൻ്റെ പ്രതീക്ഷയൊക്കെ ഇച്ചിരി ഇങ്ങനെ മങ്ങി ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ തന്നെയാണ് അച്ഛനോട് പറഞ്ഞു, ഇനി നമുക്ക് തുടർന്ന് ട്രീറ്റ്മെൻറ്റ് വേണ്ട, എനിക്ക് എന്തായാലും ഒരു ബ്രേക്ക് വേണം, മടുത്തു, ഭയങ്കരമായിട്ട് ശരീരം വീക്കായി, കരിയറും ഒരു വഴിയായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ, നീ കംഫർട്ടബിൾ ആവുന്ന സമയത്ത് മതി ഇനി ട്രീറ്റ്മെൻറ്റ്, ഓക്കെ നമുക്ക് എന്നാൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനിടയ്ക്കൊക്കെ വീട്ടിൽ നിന്നെപ്പോഴും ഓഫ് കോഴ്സ് വീട്ടുകാരുടെ വലിയൊരു ആഗ്രഹമാണല്ലോ. അപ്പം എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അച്ഛൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എപ്പോഴും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ലേ, ഹോസ്പിറ്റലിൽ പോകണം, എപ്പോഴും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ചിരിച്ചിങ്ങനെ തള്ളിവിടുന്നേ ഉള്ളൂ. പെട്ടെന്ന് ഇനി ട്രീറ്റ്മെൻറ്റ് ഇനി തുടങ്ങുന്നില്ല എന്നുള്ളൊരു ഒപ്പീനിയനിൽ തന്നെ നിൽക്കുന്ന ഒരു സമയത്താണ് നിസി വന്നിട്ട് പറയുന്നത്, ബ്ലിസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇവൾ എൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ മനസ്സിലും IVF എന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു IVF. എനിക്കെങ്ങനെ വേണ്ട, നാച്ചുറലി കൺസീവ് ആയാൽ മതി എന്ന് തന്നെ മസിൽ പിടിച്ചിരുന്ന ഒരാളാണ്. നിസി അത് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ കൺവിൻസ്ഡ് ആയി, എന്തുകൊണ്ട് വൈനോട്ട് അതൊന്ന് ട്രൈ ചെയ്തുകൂടാ. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ സമയം ഇങ്ങനെ കളയും തോറും റിസ്ക് ഫാക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഡയബറ്റിക് ആണ്, പിന്നെ 30+ ആയി. അപ്പം ഒരു നേഴ്സ് ആയതുകൊണ്ട് നമുക്കിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിയാം. അതായത് എൽഡർലി പ്രൈമി എന്നാണ് പറയുന്നത്, 30 വയസ്സിന് ശേഷം ക്യാരി ചെയ്താൽ. അപ്പോൾ അവർക്ക് റിസ്ക് ഭയങ്കര കൂടുതലാണ്, അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ പ്രശ്നം. പിന്നെ ഞാൻ ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, വർഷങ്ങളായിട്ട് അതിൻ്റെ മെഡിസിൻ എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്, ഡയബറ്റിക്, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളാണ്, സേഫ് അല്ല നാച്ചുറൽ നമ്മൾ പ്രഗ്നൻ്റ് ആയാലും. അപ്പം നിസി ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നത്. NICUലാണ് അവൾ വർക്ക് ചെയ്തത്. അപ്പം ന്യൂ ബോൺ ബേബീസിനെയാണ് അവൾ ഫുൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അവൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ബേബി എന്നുള്ളത്, അത് അവളുടെ വലിയൊരു ആഗ്രഹം. പക്ഷെ ബ്ലിസിന്റെ വീഡിയോസ് ഒക്കെ ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം തന്നെ. പക്ഷെ പിന്നീട് എനിക്ക് ബ്ലിസുമായിട്ട് ഒരു അസോസിയേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം അതെന്ന് വെച്ചാൽ IVF ഈസ് നോർമൽ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ആയിരുന്നു. അപ്പം എനിക്ക് അവിടെ പോകാനും അവിടെ ഡോക്ടേഴ്സായിട്ടും അവിടെയുള്ള എല്ലാവരുമായിട്ടും ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനും ഡൗട്ട്സ് ചോദിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി. അപ്പം എനിക്ക് കൂടുതൽ അറിയാൻ പറ്റി IVF എന്താണ്, പുറമേ നിന്ന് നമ്മൾ കേൾക്കുന്നതിന് പകരം ശരിക്കും റിയൽ ആയിട്ട് എന്താണ് IVF, സേഫ് ആണ്, സിമ്പിൾ ആണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്താണ് ലാസ്റ്റ് ഹാപ്പി ആവാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
അവള് ഒരു കാര്യം പറഞ്ഞോളൂ, നീ ഒരിക്കൽ പോയി ഡോക്ടർ സിമിയെ ഒന്ന് പോയി കൺസൾട്ട് ചെയ്യുക, എന്താണ് പറയുന്നത്, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബ്ലിസ്സിൽ പോകുന്നത്. പക്ഷേ ബ്ലിസ്സിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് എന്നല്ല, ഒരു ഹോംലി ഫീല് നമുക്കവിടെ കിട്ടി. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സസ് ഒക്കെ നമുക്കെല്ലാം പറഞ്ഞു തരുന്നതും ഫസ്റ്റ് കൺസൾട്ടേഷന് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ഡോക്ടറിൻ്റെ അടുത്തിരിക്കുന്ന പോലല്ല, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇറങ്ങി വന്നപ്പോഴേ പറഞ്ഞു, നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഒരു ചേച്ചിയോട് എങ്ങനെ ഒരു സിസ്റ്റർ പറയും, അതുപോലെയായിരുന്നു എനിക്ക് സിമി ഡോക്ടറിൻ്റെ അടുത്ത് തോന്നിയത്. നീ ഇട്ടാലും പിച്ചക്കാരി കയ്യിൽ പിടിക്കുന്ന പറഞ്ഞു. ആള് സെഡേഷനിലാണ്. ഒന്ന് വിളിച്ചപ്പോ ഒന്ന് കണ്ണ് തുറന്നു, ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ 10-15 മിനിറ്റ് കഴിഞ്ഞ് ഓക്കെ ആവുന്നു. ഗ്രീഷ്മ, നമ്മൾ ഏതെങ്കിലും ഒരു ഡിവോഷണൽ സോങ് പ്ലേ ചെയ്യാറുണ്ട് ഈറ്റിക്ക് മുമ്പ്. അപ്പോൾ കൊച്ചിന് ഇഷ്ടമുള്ള ഏതെങ്കിലും പറയുവാണെങ്കിൽ നമ്മൾ വെച്ച് തരാമായിരുന്നു. ഗ്രീഷ്മ പ്രാർത്ഥിച്ചു കിടന്നോളെ, വെക്കുവാണേ. എടി നീക്ക് ഞാൻ പോയിട്ട് യൂറിൻ എടുത്തിട്ട് വരാ ചേച്ചാ. അച്ചാച്ചൻ ചെയ്യാമോ? ഞാൻ ചെയ്തോളാം. എപ്പോഴും ഞാനല്ല ചെയ്യുന്നത്, ഇത്തവണ അച്ചാച്ചൻ ചെയ്തു. ഓക്കെ. ഇല്ല ചേച്ചാ. ബ്ലഡ് ടെസ്റ്റ് കൂടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. നോക്കിയിട്ട് കാര്യമില്ല ചേച്ചി, കൃത്യമായിട്ട് അതിനകത്ത് കണ്ടു ഒരു ലൈനേ വന്നിട്ടുള്ളൂ. അല്ല, അത് അവർ പറഞ്ഞല്ലോ നെഗറ്റീവ് കാണിക്കുമെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞല്ലോ. വേണമെങ്കിൽ നീ അത് ഫോട്ടോ വയ്ക്കും, അവർക്ക് നഴ്സിംഗ് ഡെസ്കിന് ഫോട്ടോ വയ്ക്കും. ഇതാ ഞാൻ ഫോട്ടോ. ചേച്ചിയെ ആണോ? ചെറിയൊരു ലൈനേ ഉള്ളൂ.
ആണോ? ഒക്കെ ആണെങ്കിലും ഒരു ഡാർക്ക് കളർ വരുള്ളൂ. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, ഇപ്പൊ വിളിക്കാം. എന്നാ നോക്കാം, ഞാൻ നോക്കിട്ട് ഒന്നുകൂടെ നോക്കട്ടെ. ഹലോ. എടാ പോസിറ്റീവാ. ആണോ? എന്റെ ദൈവമേ. ഇതേ വരുള്ളൂ. പോസിറ്റീവാണ്. ഇവിടെ കരയണ്ടേ? പെട്ടെന്ന് നോക്കിയപ്പോ ഒരു ലൈനേ വന്നുള്ളൂ. ഇതൊക്കെ ശരി. ഇല്ല, അത് ഡാർക്ക്. നമ്മളിപ്പോ 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ആ വരുന്നതേ ഉള്ളൂ. ശരി ശരി. ഓക്കെ. പിന്നെ വേണം